മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി മുസ്ലിം ലീഗ് ആദ്യഘട്ടത്തിൽ കൈമാറിയ വീടുകളിൽ കുടുംബങ്ങൾ ഇന്നു മുതൽ താമസം തുടങ്ങും. ഇന്ന് വൈകിട്ട് 4 മണിക്കാണ് ഗൃഹപ്രവേശ ചടങ്ങുകൾ നടക്കുക. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി തങ്ങൾ, പി കെ കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും. ദുരന്തത്തിൽ ഉറ്റവരടക്കം സർവവും നഷ്ടമായ 51 കുടുംബങ്ങളാണ് മുസ്ലിം ലീഗ് നിർമ്മിച്ചു നൽകിയ വീടുകളിൽ പുതിയ ജീവിതം ആരംഭിക്കാൻ പോകുന്നത്. മേപ്പാടി പഞ്ചായത്തിലെ വെള്ളിത്തോടിലാണ് ദുരന്തബാധിതർക്കായി വീടുകൾ നിർമ്മിച്ചു നൽകിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ പൂർത്തിയാക്കിയ 51 വീടുകളുടെ താക്കോൽ ഫെബ്രുവരി 28-ന് കൈമാറിയിരുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം നേതാക്കളുടെ സാന്നിധ്യത്തിൽ ഒരുമിച്ച് പ്രത്യേക ചടങ്ങ് നടത്തി താമസം തുടങ്ങാമെന്നായിരുന്നു കുടുംബങ്ങളുടെ തീരുമാനം. കഴിഞ്ഞ 25-ാം തീയതി മുതൽ ചില കുടുംബങ്ങൾ താമസം ആരംഭിച്ചിരുന്നു. ഇന്നത്തെ ചടങ്ങോടുകൂടി 51 കുടുംബങ്ങളും പൂർണ്ണമായും താമസം ആരംഭിക്കും. ഇന്ന് വൈകിട്ടോടുകൂടി ഞങ്ങൾ വീട്ടിലേക്ക് താമസം മാറും. കുടുംബമായിട്ട് വീടിൻ്റെ എല്ലാ പണികളും തീർന്നിട്ടുണ്ട്. ക്ലീനിങ് വർക്ക്, പെയിൻറ്റിങ് വർക്കൊക്കെ തീർന്നു. പിന്നെ ഫർണിച്ചറുകൾ കയറ്റാനുള്ളത് കംപ്ലീറ്റ് ഫർണിച്ചറുകൾ അതിനകത്ത് കയറ്റി കുടുംബമായിട്ട് ഞങ്ങൾ ഇന്ന് കയറിക്കൂടാനുള്ള പരിപാടിയിലാണ്. ഭയങ്കര സന്തോഷത്തിലാണ്. വീട് എന്നുള്ളത് ഏത് മനുഷ്യൻ്റെ ഒരു സ്വപ്നമാണല്ലോ. സ്വപ്നതുല്യമായ ഒരു വീട് ഞങ്ങൾക്ക് കിട്ടി. കുടുംബമായിട്ട് ഈ വീട്ടിൽ താമസിച്ചേക്കാനുള്ള ഒരു ആഗ്രഹത്തിലും സന്തോഷത്തിലുമാണുള്ളത്. 8 സെന്റ് ഭൂമിയിൽ 1060 ചതുരശ്ര അടിയിലാണ് 3 ബെഡ്റൂം അടങ്ങിയ വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. വീടുകൾക്ക് ആവശ്യമായ ഫർണിച്ചർ ഉൾപ്പെടെ നൽകിയാണ് ലീഗ് വീട് കൈമാറിയത്. കുടുംബങ്ങളുടെ സ്വകാര്യത മാനിച്ച് ചടങ്ങിലേക്ക് പൊതുജനങ്ങളും പാർട്ടി പ്രവർത്തകരും വരേണ്ടതില്ല എന്നാണ് ലീഗിന്റെ നിർദ്ദേശം. ഗുണഭോക്താക്കളുടെ കുടുംബങ്ങളും അടുത്ത സുഹൃത്തുക്കളും മാത്രമാണ് പരിപാടിയിൽ പങ്കെടുക്കുക. ന്യൂസ് മലയാളം, വയനാട്.